നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പോയൊരു ട്രിപ്പിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാനും അനിയനും അപ്പായും അമ്മയും കൂടി ചേർന്നാണ് പോകുന്നത്. ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോയും ഞാൻ കണ്ടു. ഞങ്ങൾ നിലമേലേക്കുള്ള ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഹോം ടൗൺ കടയ്ക്കൽ. കടയ്ക്കലിൽ നിന്നും വണ്ടിയെടുത്ത് ഞങ്ങൾ നിലമേലേക്ക് പോവുകയാണ്. നിലമേലിൽ നിന്ന് ഫാസ്റ്റിന് കയറി വേണം ഞങ്ങൾക്ക് പോകാനുള്ളത്. ഒരു നീണ്ട യാത്രയാണ്. പാർട്ടായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ നിലമേലെത്തി ഫാസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലമേലിൽ നിന്ന് ഞങ്ങൾ പത്തനംതിട്ട ഫാസ്റ്റിൽ കയറി. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. നല്ല വെയിലും കൊണ്ട് ഞങ്ങൾ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ജില്ല ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വണ്ടിയിൽ നല്ല തിരക്കല്ല, കുറച്ച് സീറ്റൊക്കെ നമുക്കുണ്ടായിരുന്നു. ഞാനും അനിയനും വിൻഡോ സീറ്റിൽ കയറിയിരിക്കണമെന്ന് പറഞ്ഞ് അടിയായിരുന്നു. എൻ്റെ അനിയനൊരു വിൻഡോ സീറ്റിലും കയറിയിരുന്നു, ഞാൻ വേറൊരു വിൻഡോ സീറ്റിലും കയറിയിരുന്നു. എൻ്റെ അനിയൻ ഒരു ബോറടിച്ചിട്ട് കയറി നിൽക്കുകയാണ് വണ്ടിയിൽ. സത്യത്തിൽ വണ്ടിയിൽ കയറി നിന്നാൽ മുഖം വന്ന് സീറ്റിലിരിച്ച് പല്ല് പോവും. അങ്ങനെ പറഞ്ഞവനെ ഇരുത്തി. ഞങ്ങളിങ്ങനെ ബസ്സിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട കാണാൻ നല്ല ഭംഗിയാണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. സമയം ഒരു 12:30 നട്ടുച്ചയായി. ഞങ്ങൾക്ക് വിശന്നു. ഞങ്ങൾ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു തിരിച്ചിറങ്ങി. വീണ്ടും ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഒരു ബസ്സും കൂടെ കയറിയാണ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത്. ഞങ്ങൾ ഏത് ബസ്സിലാണ് കയറുന്നത് അറിയാമോ? പമ്പ ബസ്സിലാണ് നമ്മൾ കയറുന്നത്. പമ്പയ്ക്ക് പോകുന്ന ബസ് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാതെ ഞങ്ങൾ നോക്കുകയാണ്. പമ്പ ബസ്സിൽ കയറി ഞങ്ങൾ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് കാണണ്ടേ? അതൊരു സർപ്രൈസാണ്. ഞങ്ങൾ എന്ത് കാണാൻ പോകുന്നു എന്നുള്ളതും ഒരു സർപ്രൈസാണ്. ഇത് ഞങ്ങളെ തുടർന്നുള്ള പാർട്ട് 2-ലും പാർട്ട് 3-ലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ പമ്പ ബസ്സിൽ കയറി. കുറേ സീറ്റ് ഉണ്ടായിരുന്നു. ഈ ബസ്സിൽ കൂടുതലുള്ളത് അയ്യപ്പന്മാരാണ്. ഞങ്ങൾ പമ്പ ബസ്സിൽ കയറി. കുറേ സീറ്റ് ഉണ്ടായിരുന്നു. ഞാനും അനിയനും വിൻഡോ സീറ്റ് നോക്കിയൊക്കെ ഇരുന്നു. ഞങ്ങളെല്ലാവരും സീറ്റ് പിടിച്ചിരുന്നു. ഞങ്ങൾ പത്തനംതിട്ട സ്റ്റാൻഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ബസ്സുകൾ കിടക്കുന്നത് കാണാം. നമ്മളെ ജടായുപ്പാറയെ പോലെ ഈ പത്തനംതിട്ട ജില്ലയിലും ഒരു പാറ ഞങ്ങൾ കണ്ടു. ഇതേത് പാറയാണ് പത്തനംതിട്ടക്കാർ കമൻറ്റ് ചെയ്യുക. ആ പാറയുടെ മണ്ടയിലൊരു കുഞ്ഞ് അമ്പലവുമുണ്ട്. അതൊക്കെ ഞങ്ങൾ ബസ്സിനകത്തിരുന്ന് കണ്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഗവിയുടെ ബസ് കണ്ടത്. അപ്പോൾ ഞാൻ അപ്പയോടും അമ്മയോടും ചോദിച്ചു, ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പ് ഗവിയിലോട്ട് വിട്ടാലോ എന്ന്. ഈ വെയിലത്ത് ഞങ്ങൾ എന്തുകൊണ്ടാണ് ബസ് വിടാത്തതെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഗവി ബസ്സും കണ്ടുകൊണ്ട്. ഞങ്ങളെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അതിൽ പമ്പയ്ക്ക് പോവുകയാണ്. നല്ല വെയിലുണ്ട്, അതുമാത്രമല്ല നല്ല കാറ്റും ഉണ്ട്. നമ്മളങ്ങനെ ഷട്ടറും തുറന്നിരിക്കുകയാണ്. നല്ല കാറ്റിനേക്കാളും നല്ല വെയിലാണ്. കാഴ്ചകളൊക്കെ കാണാനുള്ളത് കൊണ്ട് വെയിലും കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല കാറ്റും ഉണ്ട്. ഒരുപാട് വട്ടം പത്തനംതിട്ട വന്നിട്ടുണ്ടെങ്കിലും KSRTC ബസ്സിൽ ആദ്യമായിട്ടാണ് പത്തനംതിട്ട കാണുന്നത്. ഞങ്ങൾ എന്ത് കാണാനാണ് പോകുന്നതെന്ന് അറിയാൻ തുടർന്നുള്ള വീഡിയോസ് കാണുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഈ ചെറിയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.